ജൂലൈ 22 ചൊവ്വാഴ്ച. യോഹന്നാൻ 20:1-2 വരെയും 11-18 വരെയും വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലനായിട്ടാണ് ഈ വിശുദ്ധയെ കണക്കാക്കുന്നത്. ഇന്നത്തെ വായനകളിലൂടെ ദിവ്യകാരുണ്യത്തിൻ്റെ രഹസ്യത്തിൻ്റെ മഹത്വവും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടുമുട്ടുന്നതിൻ്റെ പരിവർത്തന ശക്തിയും പര്യവേക്ഷണം ചെയ്യാൻ നാം നയിക്കപ്പെടുന്നു. മഗ്ദലന മറിയം വിശ്വസ്തതയും സമർപ്പിതയുമായ ഒരു ശിഷ്യയായി ഉയർന്നു വരുന്നത് കാണാം. കുരിശിൻ്റെ ചുവട്ടിൽ അചഞ്ചലമായി നിൽക്കുന്ന, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന, മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്തായ സന്ദേശം പ്രഖ്യാപിക്കുന്ന മറിയം. ഇന്നത്തെ ഒന്നാമത്തെ വായനയിലെ ഉത്തമഗീതത്തിലെ തൻ്റെ പ്രിയപ്പെട്ടവനെ അന്വേഷിക്കുന്ന വധുവിൻ്റെ മനോഹരമായ ഒരു ചിത്രമുണ്ട്. ഈ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ മഗ്ദലന മറിയ ഈ പ്രതിച്ഛായയെ ഉൾക്കൊള്ളുന്നു. തൻ്റെ പ്രിയപ്പെട്ട യേശുവിനെ തീക്ഷ്ണമായി മറിയം അന്വേഷിക്കുന്നു. ഉത്തമഗീതത്തിലെ മണവാട്ടിയെപ്പോലെ അവളുടെ ഹൃദയം തൻ്റെ കർത്താവുമായുള്ള ഐക്യത്തിനായി കൊതിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വായന മഗ്ദലന മറിയവും ഉയർത്തെഴുന്നേറ്റ കർത്താവുമായുള്ള ഹൃദയസ്പർശിയായ കൂടിക്കാഴ്ചയാണ്. കല്ലറയ്ക്കൽ ആദ്യമെത്തുന്ന മഗ്ദലന മറിയം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടുമുട്ടുന്നു. അവളുടെ ദുഃഖത്തിൽ അവൾ യേശുവിനെ തോട്ടക്കാരനായി തെറ്റിദ്ധരിക്കുന്നു. അവൻ അവളെ മറിയം എന്ന് പേര് വിളിക്കുന്നതുവരെ. ആ തിരിച്ചറിവിൻ്റെ നിമിഷത്തിൽ മറിയയുടെ ജീവിതം എന്നേക്കുമായി മാറിമറിയുന്നു. അവിടെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും തകർച്ച വീണ്ടെടുപ്പിൻ്റെയും പുതിയ ജീവിതത്തിൻ്റെ സൗന്ദര്യമായി രൂപാന്തരപ്പെടുന്നു. മറിയം അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി മാറുന്നു. മറ്റു ശിഷ്യന്മാരോട് പുനരുദ്ധാനത്തിൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന പവിത്രമായ ദൗത്യം അവളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷ പ്രഖ്യാപനത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യത്തെയും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ അവരുടെ മാറ്റാനാകാത്ത പങ്കിനെയും ഈ അസാധാരണ നിമിഷം അടിവരയിടുന്നു. കൂടാതെ യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് കുരിശിൻ ചുവട്ടിൽ മഗ്ദലന മറിയയുടെ സാന്നിധ്യം അവളുടെ വിശ്വസ്തതയുടെ ആഴത്തെയും തൻ്റെ പ്രിയപ്പെട്ട രക്ഷകൻ്റെ കഷ്ടപ്പാടുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ വേദന സഹിക്കാനുള്ള അവളുടെ സന്നദ്ധതയും അടിവരയിടുന്നു. പരീക്ഷണ സമയങ്ങളിൽ ധൈര്യത്തോടെ നിൽക്കാനും ക്രിസ്തുവിൻ്റെ ത്യാഗത്തിന് സാക്ഷ്യം വഹിക്കാനും ദിവ്യകാരുണ്യത്തിൻ്റെ പരിവർത്തന ശക്തി സ്വീകരിക്കാനും എല്ലാ സ്ത്രീകൾക്കും അവളുടെ അചഞ്ചലമായ വിശ്വസ്തത ഒരു പ്രചോദനമാണ്. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? ഈ ചോദ്യം മഗ്ദലന മറിയത്തോട് മാത്രമല്ല, ആധുനിക കാലത്തുള്ള നമ്മളോടും ചോദിക്കുന്ന വേദനാജനകമായ ഒരു ചോദ്യമാണിത്. കരയുന്നതിന് നമ്മൾ നിരവധി കാരണങ്ങൾ നിരത്തിയേക്കാം. പക്ഷേ യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത്. ആ വസ്തുതയ്ക്ക് മാത്രം മരണം അവസാനമല്ല, മറിച്ച് ഒരു വഴിയാണെന്ന് നമുക്കറിയാവുന്നതിനാൽ നമുക്ക് സന്തോഷിക്കാൻ കാരണമുണ്ട്. കഷ്ടപ്പാടുകളുടെയോ അനീതിയുടെ മേൽ നമുക്കിപ്പോൾ വിജയം ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, മഗ്ദലന മറിയത്തിൻ്റെ ദൗത്യം നമ്മുടെ ദൗത്യമാണ്. നമുക്കും പോയി യേശു നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നുവെന്ന്
മറ്റുള്ളവരോട് പറയുകയും അത് കാണിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.